അതെ, ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ എത്രയും വേഗം ടിക്കറ്റ് എടുക്കുക. കാരണം നമ്മുടെ ഈ ഫുട്ബോൾ ലൈഫിൽ, അതായത് നമ്മുടെ ഈ ഫുട്ബോൾ ലൈഫിൽ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മാർച്ച് 31 കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് അറിയാമല്ലോ, ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് ഏഷ്യ കപ്പ് ക്വാളിഫയറിനെ പറ്റിയിട്ടാണ്. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മള് കൊച്ചിയിൽ ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ചാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട്, അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു അവസരമാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം, ഇവിടെ ഭയങ്കര വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആഷിഖ് കുർണിയൻ കൊച്ചിയിൽ കളിക്കാൻ എത്തുമ്പോൾ ആഷിഖിനെ മാക്സിമം നമ്മൾ ഹരാസ് ചെയ്യുകയും ഡീമോട്ടിവേറ്റ് ചെയ്യുകയും തെറി പറയുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പൊ ഇപ്പം ഫുട്ബോൾ താരങ്ങൾ വരെ പല ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയാറുണ്ട് ആഷിഖിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടുന്ന് എന്തിനാ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയുന്നു, ഇത് പറയുന്നു. സോ അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആര് കളിക്കാൻ വരുന്നോ അവരെ നമ്മൾ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഇത്തവണ ആഷിഖിന് കിട്ടാൻ പോകുന്ന ട്രീറ്റ്മെന്റ്, അതായത് ആഷിഖിന് വേണ്ടി ചാൻഡ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ആഷിഖിന് വേണ്ടി ചീർ ചെയ്യാൻ പോകുന്ന മഞ്ഞപ്പടയെ നമുക്ക് 31 കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഈസ്റ്റ് ഗാലറിയിൽ കാണാൻ കഴിയുമെന്നുള്ളത് ഒരു അടിപൊളി സംഭവമായിരിക്കും. സോ ഞാൻ അതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആഷിഖ് മാത്രമല്ല, നമ്മുടെ സഹൽ തിരിച്ചെത്തുന്നു. സഹലിന് വേണ്ടി ചാൻഡ് ചെയ്തിട്ട് എത്രയോ നാളായി. അതേപോലെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഡാനിഷ് ഫറൂഖ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ബിജോയ് വർഗീസ് നാഷണൽ ടീമിലേക്ക് വന്നിരിക്കുന്നു. ബിജോയ്, അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരുപാട് ആളുകൾ, അതായത് നമ്മളിപ്പം ഈ ISL മാത്രമാണ് നമ്മൾ കൊച്ചിയിൽ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. സോ അവിടേക്ക് ഇത്രയും നമ്മൾ റൈവൽസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന പല പ്ലേയേഴ്സ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ കുപ്പായം അണിഞ്ഞ് നമുക്ക് മുന്നിൽ നിരക്കാൻ പോവുകയാണ്, അത് നമ്മുടെ സ്റ്റേഡിയത്തില്. അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു കാര്യം. എന്തായിരിക്കും ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് അറിയില്ല. എനിക്കത് 31 കഴിഞ്ഞ് മാത്രമേ പറയാൻ പറ്റൂ എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എന്നുള്ളത്. സോ ഈ എക്സ്പീരിയൻസ് ആരും മിസ് ചെയ്യാതെ ഇരിക്കുക. ഓൾമോസ്റ്റ് സ്റ്റേഡിയം ഒക്കെ ഫിൽഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഇപ്പോഴേ അറിയാം. നമ്മൾ ഓരോ ആളുകളുടെ റിയാക്ഷനും ഓരോരുത്തർ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ ഓൾറെഡി ഈസ്റ്റ് ഗാലറിയിൽ മഞ്ഞപ്പടം ഉണ്ടാകും എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ടിക്കറ്റ് സെല്ലിംഗ് തുടങ്ങിയിരിക്കുന്നു. അതേപോലെ വെസ്റ്റ് ഗാലറിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ഉണ്ടാകും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഗോകുലം കേരള FC ഫാൻസ്, അതേപോലെ SLK ഫുട്ബോൾ ക്ലബുകളിലുള്ള എല്ലാ ഫാൻസുകളും, അങ്ങനെ വേണ്ട കേരളത്തിലുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും ഈ 31 കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ളത്, ഇത് ഒരുപാട് ആളുകൾക്കുള്ള മറുപടി ആയിരിക്കും. സോ നമ്മൾ ഒരു അറ്റൻഡൻസ് സ്റ്റേഡിയത്തിൽ കാണിച്ചാൽ, അതായത് നമ്മൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഒരു അറ്റൻഡൻസ് സ്റ്റേഡിയത്തിൽ കാണിച്ചാൽ അത് ഒരുപാട് ആളുകൾക്കുള്ള മറുപടിയാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന പലർക്കുമുള്ള മറുപടിയാണത്. നമ്മുടെ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ നമ്പേഴ്സിന്റെ കാര്യത്തിലൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ അതിനൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു മറുപടി ആയിരിക്കും ഈ 31 മാച്ച്. അതിൽ നമുക്ക് നമ്പേഴ്സ് കാണിക്കണം, നമ്മുടെ ആവേശം കാണിക്കണം, എന്താണ് കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചർ, അല്ലെങ്കിൽ കേരളം എങ്ങനെയാണ് ഫുട്ബോളിനെ കാണുന്നത് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണിത്. അതിലുപരി നമ്മളുടെ നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ്. സോ ഞാൻ ഇതുവരെ നമ്മൾ ഇത്രയും ഫുട്ബോൾ ഫോളോ ചെയ്യുകയും ഫുട്ബോളിന് പുറകെ നടക്കുന്നെങ്കിൽ ഞാൻ ഇതുവരെ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഞാൻ ഇന്ത്യയുടെ ഒരു മാച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു മാച്ച് കാണാൻ പോകുന്നത്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല എക്സൈറ്റ്മെന്റുകളാണ്. സോ 31 മാക്സിമം എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് എത്തുക. നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും ഒരു ബിഗസ്റ്റ് മൊമെന്റ് ആയിരിക്കും അത്. എന്തൊക്കെയാ പറയേണ്ടത് അറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്തു. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എടുക്കുക. പിന്നെന്താ പറയണ്ട, പിന്നെ അടിപൊളിയായിരിക്കും. എന്തായാലും ഈസ്റ്റ് ഗാലറിയിൽ തന്നെയാണ് ടിക്കറ്റ്. നമുക്ക് വേറൊരു സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെ ശീലമില്ല. അതുകൊണ്ട് ഈസ്റ്റ് ഗാലറിയിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും 31 കൊച്ചിയിൽ കാണാം. അപ്പോ എല്ലാവരും വരൂ. നമ്മളുടെ തീവ്രമായ ഫുട്ബോൾ ആരാധന ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന
വലിയൊരു അവസരമാണ്. സോ അത് മിസ് ചെയ്യരുത്, അത് പാഴാക്കരുത്. എല്ലാവരും ഓടുവാ സ്റ്റേഡിയത്തിലേക്ക്. താങ്ക് യു.